ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന എന്നെ സ്വീകരിക്കാൻ നിന്ന 2-3 പേരെന്നോട് ചോദിച്ചു ഹെൽത്തൊക്കെ ഓക്കെ ആയോ? അപ്പൊ ഞാൻ ഓർത്തു ഞാൻ പടമായില്ല, പടമാകേണ്ടതായിരുന്നു. മൊത്തം പടത്തിന്റെ ഒരു ദിവസമാണുള്ളത്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ മാസം ഇവിടുന്ന് പോയിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പെട്ടെന്ന് ഇപ്പൊ എനിക്ക് യാതൊരു അസുഖം ഉണ്ടാകുന്ന ഒരു ധാർഷ്ട്യം എനിക്കുണ്ടായിരുന്നു. കാരണം മദ്യപിക്കാറില്ല, വീട് വലിക്കാറില്ല, 2 നേരം വ്യായാമം ചെയ്യും, ഭക്ഷണമൊക്കെ വളരെ കുറച്ചൊക്കെ കഴിക്കാറുള്ളൂ. അപ്പൊ എനിക്ക് രാത്രി 2 മണിക്ക് പടമാകുന്നതിന് മുമ്പുള്ളൊരു പരിപാടിയാണ്. ഇവിടെ 2 സ്ഥലത്തും വേദന വന്നു. അപ്പൊ ഞാൻ ഓർത്ത് രാവിലെ 100 പുഷപ്പ് ചെയ്തു. അപ്പൊ അതിന്റെ വേദന ആയിരിക്കും ഓർത്ത് ഞാൻ ആദ്യം മുറിവെണ്ണ എടുത്ത് കെട്ടി. അതുകൊണ്ട് കുറവില്ല. വീണ്ടും ഞാൻ ഇഞ്ചി കടിച്ചു നിന്ന് ഇഞ്ചിനീര് നിന്നു. അതുകൊണ്ട് കുറവില്ല, വേർക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി സംഗതി പണി പാളിയിട്ടുണ്ടെന്ന്. വേഗം കാറിന്റെ ചാവി എടുത്തു. വൈഫ് ഉറക്കാം. ഞാൻ അവളെ തട്ടി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വേഗം പോവാ, ആശുപത്രിയിലേക്ക് പോവാ, നെഞ്ചുവേദന എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു ഞാൻ പറഞ്ഞു നീയൊക്കെ പിന്നെ വന്നേ, ഞാൻ പോവാ, ജീവൻ വേണ്ടതുകൊണ്ട് ഞാൻ വേഗം പോകുന്നു. മരണാക്രാന്തരായി അല്ലെങ്കിൽ മരണപത്രാവത്തിൽ നേരെ ഡ്രൈവ് ചെയ്ത് ആശുപത്രിയിലേക്ക് ചെന്നു. ഞാൻ എളിഞ്ഞു തന്നെ DSC ആണല്ലോ, അപ്പൊ കുഞ്ഞൊന്നും ചെല്ലാൻ പാടില്ല, വേദന പിടിച്ച് എളിഞ്ഞ് നടന്നങ്ങോട്ട് ചെന്നു. അപ്പൊ അവിടെ നിൽക്കുന്ന ആശുപത്രിക്കാർക്ക് തന്നെ അറിയാം. അപ്പൊ അവരെന്നോട് ചോദിച്ചു സാറേ ആരാ അമ്മയാണോ എന്ന് ചോദിച്ചു. ഞാൻ എന്റെ ജഗതി പറഞ്ഞ പോലെ അമ്മയൊന്നും അല്ല, ഞാൻ ഇപ്പൊ തന്നെ പടമാകും ഞാൻ സച്ചറയിലോട്ട് ചാടി കിടന്നു. നേരെ ഇവരെന്നെ ഉന്തിക്കൊണ്ട് പോയി ഒക്കെ പരിശോധിക്കുമ്പോ എനിക്ക് സത്യത്തിൽ എന്റെ ബോധം പോകുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ അതൊക്കെ കേൾക്കാം, 2 ബ്ലോക്ക് ഉണ്ട് അങ്ങനെയാണെന്നൊക്കെ പറയണ കേൾക്കാം. അപ്പൊ ഞാൻ മുകളിലേക്ക് പരലോകത്തേക്ക് പോവുകയാണോ എന്നൊരു ചിന്ത. പടമാകുമെന്ന്. അപ്പൊ ഞാൻ ഇദ്ദേഹം ഇവിടെ വന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് ആ ചിന്തയാണ് വന്നത്. പടമാകേണ്ടതായിരുന്നു, പക്ഷെ പെട്ടെന്ന് പോയത് കൊണ്ട് പടമായില്ല. അപ്പൊ ആർക്കെങ്കിലും നെഞ്ചരിക്കലോ മറ്റുള്ള കാര്യങ്ങളെല്ലാം വെച്ചോണ്ടിരിക്കരുത്, അപ്പൊ തന്നെ വേഗം പോയത് പരിശോധിച്ചേക്കുക കേട്ടോ. കാരണം ഞാൻ എന്റെ അനുഭവം കൊണ്ട്, കാരണം ഈ 2 നേരം വ്യായാമം, ഭക്ഷണം, മദ്യപാനം ഇല്ല, ഈ ഡെയിലി 24 മണിക്കൂർ മദ്യപിക്കുന്നവരെ കൊണ്ട് ചെക്ക് ചെയ്താൽ അവർക്ക് ഒരു കുഴപ്പമില്ല. ഏറ്റവും വില എന്റെ അവിടെ ഫോട്ടോ വെച്ചിട്ടുള്ള കുറെ സുഹൃത്തുക്കളുണ്ട്, അവരെന്നും മദ്യപിക്കുന്നതാണ്. പക്ഷെ അവരൊക്കെ എനിക്ക് വന്നതുകൊണ്ട് അവരെല്ലാം പോയി പരിശോധിച്ചു, അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ഇതിന്റെ ഭംഗിന്തരയാണ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കാരണം എല്ലാവരും ഇത് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. കാരണം എന്റെ PSOയുടെ അമ്മാവന് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ട് 8 മണിക്കുണ്ടായി. ഇയാള് ഗ്യാസിന്റെ അസുഖം എന്ന് പറഞ്ഞ് 10 മണി വരെ വെച്ചോണ്ടിരുന്നു. പിന്നെ അവിടെ സെന്റ് മേരീസിൽ ചെന്നപ്പോൾ സമയം കഴിഞ്ഞു പോയി. പിന്നെ 2 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് ഇന്നലെ പടമായി. അപ്പൊ ഞാനും പടമാകേണ്ടതായിരുന്നു. അപ്പൊ നമ്മള് ഏത് സമയവും പടമാകാം, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചേക്കുക. അപ്പൊ ഇങ്ങനെ മഹത്തായ സാമൂഹ്യ പ്രതിബദ്ധതയെ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട്